ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഷുഗർ ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള 3 മിൽക്ക് ഷേക്കാണ്. അതിൽ ആദ്യത്തേത് ബനാന മിൽക്ക് ഷേക്കാണ്. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ബനാന മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബനാന മിൽക്ക് ഷേക്കിന് വേണ്ടി ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഴുത്താകുമ്പോൾ നല്ല മധുരമൊക്കെ ആയിരിക്കും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേനില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഷുഗർ ചേർത്ത് കൊടുക്കാം. ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഹണി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് തിളപ്പിച്ചാർച്ച പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് 2 മിനിറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മിൽക്ക് ഷേക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. നമ്മൾ ഷുഗർ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 5 സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 30 മിനിറ്റ് വിനാഗിരി ഒഴിച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഈ സ്ട്രോബെറി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡർ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചതിന് ശേഷം ഈ സ്ട്രോബെറി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ആദ്യമേ പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രോബെറി ഒന്ന് അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ സ്ട്രോബെറി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സിയിൽ അല്ലെങ്കിൽ ബ്ലെൻഡർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് നല്ലൊരു റെഡ് കളറായിട്ടുണ്ട്. ഇനി സ്ട്രോബെറി അരച്ചതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്ന 1 കപ്പ് തിളപ്പിച്ചാർച്ച പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ്. അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി മധുരത്തിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറിക്ക് കുറച്ച് പുളിപ്പൊക്കെ കാണും, അതുകൊണ്ട് ആണ് കുറച്ച് കൂടുതൽ ഹണി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിൽക്ക് ഷേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന ഗ്ലാസ്സിൽ ഞാനൊരു സ്ട്രോബെറി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് ഇതും. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഷുഗറൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് ബനാന മിൽക്ക് ഷേക്കാണ്. ചോക്ലേറ്റ് ബനാന മിൽക്ക് ഷേക്കിന് വേണ്ടി ഞാനിവിടെ 1 റോബസ്റ്റ പഴം അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തേനിനൊക്കെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ചേർക്കാം. ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഹണി ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർത്തു. ഇനി 1 കപ്പ് തിളപ്പിച്ചാർച്ച പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പം ഈ പഴമൊക്കെ നന്നായിട്ട് അരിഞ്ഞ് നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടും. അപ്പം മിൽക്ക് ഷേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ 3ാമത്തെ മിൽക്ക് ഷേക്കായ ചോക്ലേറ്റ് ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണിച്ച 3 മിൽക്ക് ഷേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്